जय गोपीजन वल्लभ जय गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यमुनतीरा मनचारि जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम प्रभु जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेव निताय गौर हरिबो नित्याय गौर हरिबो नित्याय गौर हरिबो फर्स्ट टाइम ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ പ്രഭു? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരും ക്ഷമിക്കണം, മഴ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ്. വഴിയിലൊക്കെ വെള്ളം കയറിയിരുന്നു. നമ്മള് സിറ്റി വരുത്തുന്നതിന് മുന്നേ കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം രംഗം ലംഘയതേ ഗിരിം വന്ദേ ശ്രീഗുരുമുനികാരണം പരമാനന്ദമാധവം. നമ്മള് കണ്ടിന്യൂഷൻ ആണ്. ഭാഗവതം ഒന്നാമത്തെ കാൻഡോ, ഒന്നാമത്തെ ചാപ്റ്റർ, അധ്യായം 3-ാമത്തെ ശ്ലോകമാണ് വായിക്കാം. അതിന്റെ ഇന്ന് വായിക്കേണ്ടത് 5, 6, 7, 8 പാരഗ്രാഫുകളാണ്. ശ്ലോകം വായിക്കാം. നിഗമാകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. ട്രാൻസ്ലേഷൻ ഗോപാൽ കി ജയ്. അലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ, വേദസാഹിത്യത്തിലെ ചിന്താമണി വൃക്ഷത്തിന്റെ പരിപക്വപരമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ. ശീല സുഖദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നാണ് അവ ഉത്ഭവിച്ചത്. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ എല്ലാവരും അതിയായി ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദ്യമായി തീർന്നിരിക്കുന്നു. ഇതില് ആകയാൽ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാരഗ്രാഫ് മുതലാണ് ശിവപ്രഭാത് കി ജയ്. ആകയാൽ പരമദിവ്യോത്തമ പുരുഷനെ സർവരസങ്ങളുടെയും ഉദ്ഭവ സ്ഥാനമായി ശ്രുതിമന്ത്രത്തിൽ
സ്തോത്രമായി വിശദീകരിക്കുന്നു. എപ്പോൾ പരമപുരുഷനുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് തന്റെ വ്യവസ്ഥാപിത രസത്തെ ഭഗവാനുമായി വിനിമയം നടത്തുന്നുവോ അപ്പോൾ മാത്രമാണ് ജീവാത്മാവ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കുന്നത്. ഓരോ ജീവാത്മാവിനും തനതായ വ്യവസ്ഥാപിത അവസ്ഥയുണ്ടെന്ന് മാത്രമല്ല, പരമദിവ്യോത്തമ പുരുഷനുമായി വിനിമയം നടത്താൻ ഓരോന്നിനും സവിശേഷമായ രസം പ്രദാനം ചെയ്തിരിക്കുന്നുവെന്നും ശ്രുതിമന്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. മുക്താവസ്ഥയിൽ മാത്രമേ ഈ പ്രാഥമിക രസം പൂർണ്ണമായി അനുഭവവേദ്യമാകുകയുള്ളൂ. ഭൗതിക അസ്തിത്വത്തിൽ രസം വൈകൃതമായ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. ആകയാൽ ഭൗതിക ലോക രസങ്ങൾ സാംസ്കാരിക രൂപത്തിൽ രൗദ്രം മുതലായ ഭാവങ്ങളിൽ പ്രകടമാകുന്നു. കർമ്മങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളാകുന്ന വ്യത്യസ്ത രസങ്ങളെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം ആർജിക്കുന്ന ഒരാൾ ഭൗതിക ലോകത്തിൽ പ്രതിഫലിക്കുന്നത് യഥാർത്ഥ രസങ്ങളുടെ മിഥ്യാവർണ്ണങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. ആത്മീയ രൂപത്തിലുള്ള യഥാർത്ഥ രസം ആസ്വദിക്കാൻ പണ്ഡിതന്മാർ പ്രയത്നിക്കുന്നു. ആരംഭത്തിൽ പരമപുരുഷനുമായി തഥാത്മ്യത്തിലാകുവാൻ അവർ കാംക്ഷിക്കുന്നു. ആകയാൽ പരമാത്മാവിൽ വിലയം പ്രാപിച്ച് ഒന്നായി തീരുക എന്ന തത്വത്തിനുപരിയായി ചിന്തിക്കുവാൻ വിവേകികളായ അതീന്ദ്രിയവാദികൾക്ക് മറ്റ് വ്യത്യസ്തങ്ങളായ രസങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമില്ലായകയാൽ സാധ്യമാകുന്നില്ല. സർവവേദ സാഹിത്യങ്ങളുടെയും പരിപക്വ ഫലമായതിനാൽ മുക്താവസ്ഥയിൽ മാത്രം ആസ്വദിക്കാൻ സാധ്യമായ ആത്മീയ രസം ശ്രീമദ് ഭാഗവതത്തിലൂടെ അനുഭവവേദ്യമെന്ന് ഈ ശ്ലോകത്തിൽ സുവ്യക്തമായി പ്രസ്താവിക്കുന്നു. ഈ അതീന്ദ്രിയ സാഹിത്യം സവിനയത്തോടെ ശ്രവിക്കുന്ന ഒരാൾക്ക് തൻ്റെ ഹൃദയാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ ലഭിക്കുന്ന പരിപൂർണ ആനന്ദം പ്രാപ്തമാക്കുന്നു. എന്നാൽ ഭാഗവത സന്ദേശ ശ്രവണം ഉചിത കേന്ദ്രത്തിൽ നിന്ന് തന്നെയാവുന്നതിന് അത്യന്തം ശ്രദ്ധിക്കണം. ആത്മീയ ലോകത്തിൽ നിന്നും വശപ്പെടുത്തിയ ശ്രീമദ് ഭാഗവതം തന്റെ ശിഷ്യനായ ശ്രീ വ്യാസദേവന് നാരദ മുനിയാൽ പ്രദാനം ചെയ്യപ്പെട്ടു. ശ്രീല വ്യാസദേവനിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വപുത്രനായ ശ്രീല ശുകദേവ ഗോസ്വാമിക്ക് ഈ പരിത്രാണ സന്ദേശം പരീക്ഷിത് മഹാരാജാവിന്റെ മൃത്യുവിന് വെറും 7 ദിവസം മുമ്പ് വിവരിച്ചു കൊടുത്തു. ശ്രീല ശുകദേവ ഗോസ്വാമി ജന്മനാ മുക്താത്മാവായിരുന്നു. തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിർമുക്തനാകയാൽ ശുകദേവ ഗോസ്വാമി ഭൂജാതനായ ശേഷം യാതൊരുവിധ ആത്മീയ പരിശീലനത്തിനും വ്യാപൃതനായില്ല. ആത്മീയ ബോധത്തിലോ അഥവാ ജ്ഞാനത്തിലോ സാംസാരിക ബോധത്തിലോ ആരും ജന്മന പര്യാപ്തരായി തീരുന്നില്ല. എന്നാൽ ശ്രീ ശുകദേവ ഗോസ്വാമി ജന്മന പരിപൂർണ മുക്താത്മാവാകയാൽ ആത്മീയ സാക്ഷാത്കാരത്തിനുള്ള പരിണാമ പ്രക്രിയ ആചരിക്കേണ്ടതായിട്ടില്ല. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് ഉപരിയായ അതീന്ദ്രിയാവസ്ഥയിൽ നിലകൊള്ളുന്ന പൂർണ്ണ മുക്താത്മാവായിട്ടും വേദ പ്രാർത്ഥനാ ഗീതങ്ങളിൽ മുക്താത്മാക്കൾ പൂജിക്കുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ രസത്തിൽ ശ്രീ ശുകദേവ ഗോസ്വാമി ആകർഷിതനായി. സാംസ്കാരിക ജനങ്ങളെക്കാൾ ഉപരിയായി മുക്താത്മാക്കൾ പരമപുരുഷനായ ഭഗവാന്റെ ലീലകളിൽ അതീവ താത്പര്യരാകുന്നു. ഭഗവാൻ നിർഭക്തികനല്ലെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് അഥവാ സ്വരൂപത്തിന് മാത്രമേ അതീന്ദ്രിയ രസം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ വയം രൂപാഗതാ മഹ്യം തഥാ ദൂതപദാഭ്യം വന്ദേഹം ശ്രീഗുരു ശ്രീദുതാപതഗമനം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സഗണഗണാദിതം തം സജീവം സാദ്വൈതം സാവധൂതം സ്ഥാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദം സഗണം വിശാഖാം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപീശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുവിശ കൃപാസിന്ധുഭ്യേ വിദ്യാവദാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് പ്രഭു, കേൾക്കാൻ പറ്റുന്നു. നമുക്കിപ്പോ ഈ വായിച്ച പാരഗ്രാഫുകളിൽ പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ക്വിക്കായി ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ പ്രഭുപാദ് ഇതിനകത്ത് രസങ്ങളെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഭുപാദ് വായിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭുപാദ് കുറച്ച് സമസ്ത ജീവികളുടെയും ആദ്യം നമ്മൾ ഭഗവാനുമായിട്ട് റിലേഷൻ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ കണ്ടുവരുന്ന 12 വ്യത്യസ്തങ്ങളായ രസങ്ങളെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. രൗദ്രം, അദ്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീരം, ദയ, ദാസ്യം, സഖ്യം, ഭയാനകം, വേബസം, ശാന്തം, വാത്സല്യം. ഇങ്ങനെ ഒരു 12 രസങ്ങളെ പറ്റി പ്രഭുപാദ് പറയുന്നുണ്ട്. ഇതിന് സബ് ഡിവിഷൻസ് ഉണ്ട്, ബാക്കിയുള്ളതുണ്ടെന്ന് പ്രഭുപാദ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ തന്നെ പ്രഭുപാദ് ഇതിന് മുന്നേ പറയുന്നുണ്ട്, ഭൗതിക ലോകത്തില് നമ്മൾ ഈ ഏത് രസത്തിൽ വന്നാലും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന സ്നേഹം, പ്രേമം, അങ്ങനെയുള്ള രസങ്ങളായിരിക്കും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ഭൗതിക ലോകത്തിൽ അത് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും അതിന്റെ എൻഡ് വന്നിട്ട് വളരെ മോശമായ അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത്. അത് മാത്രമല്ല, മഹാരാജിന്റെ ലെക്ചർ കേൾക്കുമ്പോൾ മഹാരാജ് അതിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു സപ്താഹം നടത്തി ഈ ശ്ലോകം വരുമ്പോൾ നമ്മുടെ അമൃതവാണി ആപ്പിലുണ്ട്, ഈ ശ്ലോകം വരുമ്പോൾ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ മഹാരാജ് പറയുന്നുണ്ട്, ഈ ലോകത്തെല്ലാം ടെമ്പററി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ രസങ്ങളെല്ലാം എന്ത് വന്നാലും, ഞാനിപ്പോ ജസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് എൻ്റെ കൂടെ, എന്ത് രസം വന്നാലും അത് ടെമ്പററി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് മഹാരാജ് പറഞ്ഞ ഈ ഹാമറിങ് ആവശ്യമാണ്. നമ്മൾ ചുറ്റികൊണ്ട് അടിക്കുമെന്ന് പറയൂലേ, അതുപോലെ ഹാമറിങ് ആവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഗവതം, അതുപോലെ ഡെയിലി ഭാഗവതം മസ്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മുടെ ഹാമറിങ്. ഇതെല്ലാം ടെമ്പററി ആണ്. മഹാരാജ് നമ്മളെ പഠിപ്പിച്ചൊരു വാക്കുണ്ടല്ലോ, പോകേണ്ടതുണ്ട്, വി ഹാവ് ടു ലീവ്, ഇവിടെ നമ്മൾ പോകേണ്ടെന്നുള്ള ഹാമറിങ് നമ്മുടെ തലയിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ബിറ്റ്വീൻ തന്നെ എപ്പോഴും നമ്മൾ ആ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് മഹാരാജ് പറയുന്ന പോലെ ആ പോകുന്ന ഫ്ലോയിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ വിട്ടു പോകേണ്ടതുണ്ട്. ഈ ലോകത്തിലെല്ലാം ടെമ്പററി ആണ്. ഈ രസങ്ങളും സുഖങ്ങളും എല്ലാം, ഇതിനകത്ത് വരുന്ന രൗദ്രമായാലും, നമ്മൾ എന്തെങ്കിലും കണ്ട് ആശ്രയിച്ച അത്ഭുതമായാലും, നമുക്ക് നമ്മുടെ ഇണയോട് പാർട്ണറോട് തോന്നുന്ന ശൃംഗാരമായാലും, നമ്മൾ തമാശ പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് തമാശ പറഞ്ഞ് ചിരിച്ചാലും, എന്തെങ്കിലും വീരമായ നമ്മൾ ആരുടെയെങ്കിലും ദയ തോന്നിയാലും, നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ചെയ്യുന്ന എല്ലാവരും നമ്മളെന്തായാലും സെർവൻ ആറ്റിറ്റ്യൂഡായിരിക്കും, ദാസ്യമായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നവരടുത്ത് നമ്മൾ കാണിക്കുന്നത്. ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ സഖ്യമായിരിക്കും. എന്തെങ്കിലും കണ്ട് പേടിക്കുകയാണ്, ഭയാനകമായ ഒരു സംഭവം കണ്ട് നമുക്കെന്താ ഭയാനകമായിട്ട്, ബീബൽസോണെങ്കിൽ അതിലും അപ്പുറത്തായിരിക്കും, നമ്മുടെ കൺട്രോളിലും നിൽക്കാത്ത അത്ര പേടിയുള്ളതായിരിക്കും. ശാന്തമാണെങ്കിൽ നമ്മൾ എപ്പോഴും ശാന്തമായിട്ടുള്ള ഒരു ഇതായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും പോയി നമ്മൾ റിസോർട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശാന്തത ഉണ്ടാവും. കടല് നോക്കിയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. കാട്ടിനകത്ത് പോയി കുറച്ച് നാൾ ഇരിക്കാം, ഏതെങ്കിലും റിസോർട്ടിൽ പോയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാത്സല്യം തോന്നിയാലും, ഈ കാണുന്ന എല്ലാ രസങ്ങളും ഭൗതിക ലോകത്തില് ടെമ്പററി ആണ്. അത് കഴിഞ്ഞിട്ട് ടെമ്പററി എന്ന് മാത്രമല്ല, ശ്രീമദ് ഭാഗവതം ഡെയിലി നമ്മളിങ്ങനെ ഹാമർ ചെയ്താൽ, നമ്മുടെ തലയിലോട്ട് ചുറ്റിയിലോട്ട് അടിക്കുന്ന പോലെ അത് ഡെയിലി ഇങ്ങനെ ഹാമർ ചെയ്താൽ മാത്രമേ നമുക്കത് ഓർമ്മ വരത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചാലും, നമ്മളൊരു ഡിവോട്ടി പറയുന്നല്ലോ, 10ാം ക്ലാസ് പഠിച്ചാൽ പാസ്സാവും എന്നുള്ള നോളേജ് നമുക്കുണ്ട്. പക്ഷെ അത് കുത്തിയിരുന്ന് എഴുതി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയി പരീക്ഷ എഴുതിയാലേ പാസ്സാവും. നമുക്ക് എല്ലാവർക്കും നോളേജ് ഉണ്ട്. ഹരിനാമം ജപിച്ചാല് ഭഗവാനടുത്ത് എത്താം, നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, ഭാഗവതം ഡെയിലി വായിച്ചാല് നമുക്ക് ഇതിനുള്ള മുക്തി കിട്ടും, ഭഗവാന്റെ അടുത്ത് എത്താം. ഇങ്ങനെയുള്ള നോളേജ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മഹാരാജ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായി ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുള്ള ഒരു നോളേജ് നമുക്കുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് പാസ്സാവാൻ പറ്റുള്ളൂ. അതാണ് മഹാരാജ് പറഞ്ഞത്, നമ്മൾ ഡെയിലി ഇത് ഹാമർ ചെയ്യണം. ആ ഹാമറിംഗ് ആണ് നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ 8 മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ, 5ാമത്തെ പാരഗ്രാഫിൽ പ്രഭുപാദ് ഇവിടെ പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ രസങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ രസങ്ങളെല്ലാം നമ്മൾ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്താലേ, ഭഗവാനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമേ, ഭഗവാനുമായിട്ട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതിലും ഉപരിയായിട്ട് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടത്തുള്ളെന്നാണ് പ്രഭുപാദ് 5ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്.
6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമുക്ക് എല്ലാ ഇൻഡിവിജ്വൽസും, നമുക്ക് എല്ലാ ആളുകൾക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. നമുക്കൊരു ഒരു 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 സ്ഥായിയായ ഒരു ഭാവമുണ്ട്. നമുക്കൊരു സ്ഥാനമുണ്ട്. നമ്മുടെ എല്ലാ അവരോരോ ഇൻഡിവിജ്വൽ ആത്മാക്കൾക്കും നമുക്ക് നമ്മുടേതായ ഒരു സ്ഥിരമായ ഒരു ഭാവമുണ്ട്. നമുക്കൊരു പ്രത്യേക ടൈപ്പ് രസവും ഉണ്ട്. നമ്മളും ഭഗവാനും തമ്മിൽ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന അത് നമുക്ക് ഭഗവാൻ, ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു മെറ്റീരിയൽ ആസ്പെക്റ്റിലല്ല, ഒരു ഭൗതിക ലോകത്തിലുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇത് പ്രഭുപാദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാം സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, ഭഗവാനുമായിട്ട് നമുക്കൊരു നല്ലൊരു റിലേഷൻ ഉണ്ട്, ഭഗവാനുമായിട്ട് നമുക്ക് സ്ഥായിയായ ഒരു ഭാവമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭഗവാനുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു രസവും നമുക്കുണ്ട്. ജഗന്നാഥ് ബലസുന്ദരമായി അപ്പൊ അങ്ങനെ സ്ഥായിയായിട്ട് സ്ഥിരമായിട്ടൊരു ഭാവം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ഭഗവാനോട് രസം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാം, ആർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ലിബറേറ്റഡ് സോളിന്. ലിബറേറ്റഡ് സോൾ എന്ന് പറയുമ്പോൾ മുക്താത്മാക്കൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ മുക്താത്മാവല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ യഥാർത്ഥ പൊസിഷൻ, നമ്മളിനി ഭഗവാന്റെ ദാസനായിരുന്നു, നമ്മൾ ഭഗവാന്റെ സുഹൃത്തായിരുന്നു, ഭഗവാനെ നമ്മൾ പാരന്റായിട്ട് മാതാപിതാക്കളായിരുന്നു, നമുക്കൊരു സ്ഥിര ഭാവം ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിഞ്ഞുകൂടാം. അത് നമ്മൾ മുക്താത്മാവായിട്ടുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഭൗതിക ലോകത്തില് നമ്മൾ എന്ത് രസം നോക്കിയാലും അതിന്റെ ഒരു വൈകൃതമായ വളരെ വൃത്തികെട്ട ഒരു ഫോമിലോട്ടായിരിക്കും അത് തിരിച്ചു വരുന്നത്. അത് ഒന്നും ടെമ്പററി ആണ്, വളരെ കുറച്ച് നാളത്തേക്ക്, അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഭൗതിക ലോകത്തിൽ പ്രഭുപാദ് എടുത്തു പറയുന്നുണ്ട്. ഇതിന് മുന്നത്തെ പാരഗ്രാഫിലും പറഞ്ഞിട്ടുണ്ട്. ഈ 6ാമത്തെ പാരഗ്രാഫിലും പ്രഭുപാദ് പറയുന്നത് ഇത് നമ്മൾ ഏത് രസം നമ്മൾ ഭൗതിക ലോകത്തിൽ എൻജോയ് ചെയ്യാൻ നോക്കിയാലും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാലും അത് വന്ന് അവസാനം നിൽക്കുന്നത് രൗദ്രത്തിലായിരിക്കും, ആങ്കറിലായിരിക്കും, ദേഷ്യത്തിലായിരിക്കും. അത് നമ്മൾ ഏത് റിലേഷൻ നോക്കിയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കാമുകന്മാര്, കുഞ്ഞുങ്ങള്, അമ്മ കുഞ്ഞുങ്ങള്, സുഹൃത്തുക്കള്, ടെമ്പററി ആയിട്ട് കുറച്ചു നേരം സുഖം കാണും, പക്ഷെ കൂടുതൽ സമയം അത് വൈകൃതമായിട്ടുള്ള രൂപത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, ചില പ്രഭുപാദിന്റെ മുന്നത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, സ്നേഹമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് റിലേഷൻ വന്ന് വലിയ കൊലപാതകങ്ങൾ വരെ ആയിത്തീരുന്നുണ്ട്. അത് ഭൗതിക ലോകത്തിന്റെ ഒരു നേച്ചറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ നോളജ് ഡെയിലിയുള്ള ഭാഗവതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, ഇതെല്ലാം ടെമ്പററി ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇതാണ് 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഒരാൾ എപ്പോഴാണോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ നോളജ് അദ്ദേഹത്തിന് കിട്ടുന്നത്, ഈ രസങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 12 രസങ്ങളും, രൗദ്രം, അത്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീര്യം, ദയ, ദാസ്യം, സഖ്യം, ഭയാനകം, ബീഭത്സം, ശാന്തം, വാത്സല്യം. ഇതിന്റെ അറിവ് നമ്മൾ നേടിയിരിക്കണം. എന്തിനാണ് വെച്ചാൽ ഈ പലതരത്തിലുള്ള രസങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ എല്ലാം ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. എന്തിന്റെ? ആക്ടിവിറ്റീസിന്റെ. ഒരു സാധാരണ നമ്മൾ ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലുള്ള രസങ്ങളാണ് എന്ന് നമ്മളിത് മനസ്സിലാക്കി നോളജ് വെച്ച് കഴിഞ്ഞാല് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ മിഥ്യയായിട്ട് നമ്മൾ കാണത്തില്ലേ? ഒരാൾ നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും, ഒരാൾ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ റിലേഷൻ ഉണ്ടാവില്ല. ഈ രസങ്ങൾ വരുമ്പോൾ ആരെങ്കിലും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത്, അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇത്? മെറ്റീരിയൽ ലോകത്തില് ഫോൾസ് റെപ്രസെന്റേഷൻ, അത് മിഥ്യയായിട്ട് നമ്മളെ പറ്റിക്കാനായിട്ടുള്ള സംഭവം, നമ്മൾ പറ്റിക്കപ്പെടുകയാണ് ഈ ഭൗതിക ലോകത്തിൽ. അല്ല, ആള് നമ്മളെ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതല്ല. ഭൗതിക ലോകത്തിന്റെ നേച്ചർ അതാണ്, ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത അതാണ്. അത് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇതെല്ലാം റിയൽ ആണ്, ഇതെല്ലാം ഒറിജിനൽ ആണ്, ഒരിക്കലും അല്ല. അത് കുറച്ചു നേരത്തേക്കാണുള്ളത്, അത് മാറും. അത് മാറിയിട്ട് ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ അത് രൗദ്രത്തിൽ, ദേഷ്യത്തിൽ, ആ ഒരു ഭാവത്തിലോട്ട് പിന്നീട് അത് മാറും. അത് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. അത് നമ്മളതിൽ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ലേൺഡ് സ്കോളേഴ്സ്, ഈ പഠിച്ച ആളുകള് അവരെന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഭഗവാനുമായിട്ട് ഈ രസം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇവിടെ ജഗന്നാഥ സ്വാമിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ജഗന്നാഥ സ്വാമിക്ക് വന്നിട്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. ഭഗവാന് നമുക്ക് ഒരു വാത്സല്യ രൂപത്തില് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാണ്? അമ്മയും അച്ഛനാണ്. അച്ഛനും ഉണ്ടാക്കില്ല, അമ്മയാണ് കൂടുതലും. അപ്പൊ നമുക്കൊരു വാത്സല്യ ഭാവം നമുക്ക് ഭഗവാൻ എടുത്ത് കാണാം. ഭഗവാനെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ കുഞ്ഞിന് കൊടുക്കുന്നത് അതുപോലെ, അല്ലെങ്കിൽ ദാസി രൂപത്തിൽ നമ്മൾ എങ്ങനെയാണോ ഒരു രാജാവിന്, സാക്ഷാൽ ഭഗവാൻ, നമ്മൾ ദാസന്മാരായിട്ട് എങ്ങനെ നമുക്ക് ഭഗവാനെ കുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ രാജ്ഭോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി സേവ ചെയ്യുമ്പോൾ എങ്ങനെ ഭഗവാനെ ഡ്രസ്സ് ചെയ്യുന്നത്? നമ്മളൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന ആരാണ്?
അമ്മമാരാണ് നമ്മൾ കുഞ്ഞായിരിക്കും. അതുപോലെ ആ ഭാവത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഭഗവാന് രാവിലെ നമ്മൾ 3 മണിക്ക് കഴിക്കുന്നത്, മംഗളാരതി ചെയ്യുന്നത്, ബാക്കിയുള്ള സേവയെല്ലാം ചെയ്ത് ഭഗവാന് ഡ്രസ്സ് മാറ്റി ഭഗവാൻ കുക്ക് ചെയ്ത് വരുന്നത് ഈസി ജോബ് അല്ല. അത് ചെയ്യുന്നവർക്കറിയാം. ഫിസിക്കലി നമുക്ക് ആരോഗ്യം, അസുഖമുള്ളവർക്കും ബാക്കി ഞാൻ ഉൾപ്പെടെ അസുഖമുള്ളവർക്കും അത് ഒരു ഈസി ജോബ് അല്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഭാവം, നമ്മൾ ഈ മഹാരാജ് പറഞ്ഞ പോലെ, പ്രഭാത് പറഞ്ഞ പോലെ, ഈ നോളേജ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാനുള്ള, ഭഗവാനുമായിട്ടുള്ള ആ എറ്റേണൽ, നമ്മൾ പറഞ്ഞു നമുക്ക് സ്ഥായിയായ ഒരു ഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ല, നമ്മുടെ സ്വന്തം ആത്മാവിന് സ്ഥായിയായ ഒരു ഭാവമുണ്ട്, സ്ഥായിയായ ഒരു രസമുണ്ട്. അത് പതുക്കെ ഭഗവാൻ നമുക്ക് എങ്ങനെയെങ്കിലും കാണിച്ചു തരും. പക്ഷെ അതിന് ഡെയിലി ഭാഗവതം എന്നുള്ള ഹാമർ നമുക്ക് വേണ്ടി വരും. പക്ഷേ ഈ അല്പജ്ഞാനികൾ ആയിട്ടുള്ള ആളുകൾ എന്താണ് പറ്റുന്നത്, അവര് വന്നിട്ട് ഭഗവാനുമായിട്ട് ലയിക്കണം. ഭഗവാനുമായിട്ട് ഈ ഇമ്പേഴ്സണൽ ബ്രഹ്മൻ എന്ന് പറയൂലേ, ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞ് അവർക്ക് വന്നിട്ട് ഭഗവാനായിട്ട് ലയിക്കണം എന്നാണ്. ഈ രസങ്ങളൊന്നും ഭഗവാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് 7ാമത്തെ പാരഗ്രാഫിൽ പ്രഭാത് പറയുന്നത്. 8ാമത്തെ പാരഗ്രാഫിൽ പ്രഭാത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ രസങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈവൻ ഈ രസങ്ങൾ ഒരു ലിബറേറ്റഡ് സോൾ, ഒരു മുക്തി കിട്ടിയ ആത്മാവ്, നമ്മളെ കൂടെ തന്നെ ഒരുപാട് സന്യാസിമാരുണ്ട്, ഒരുപാട് മഹാരാജന്മാരുണ്ട്. അവരൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവര് ഗോപാലകൃഷ്ണ മഹാരാജനെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അബോധാവസ്ഥയിലത്തെ എന്ത് ചെയ്യാണ്, ആരതി ചെയ്യാണ്, ഭഗവാൻ ആരതി ചെയ്യണം. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണും, ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പൊ ആളോട് ചോദിക്കും, നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് അന്ത്യകാലജ മഹാവികാസ് പരൻ മുക്ത കളയവരോ എന്ന് പറയുമല്ലോ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് എന്താണോ അപ്പം എങ്ങനെയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്? ഒരുപാട് നമ്മുടെ ഗുരുമഹാരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ടൈമായി, ഞാൻ പോകുന്നു, അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ദയവ് വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വെയിറ്റ് ചെയ്തു, വന്ന് കണ്ട് ഭാഗവതം ഡിസ്കസ് ചെയ്ത് ഫൈനലി ഓക്കെ ഇറ്റ്സ് ടൈം ടു ഗോ എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചത്. പ്രഭുപാദ് എല്ലാ സന്യാസിമാരും അവരൊക്കെ വന്നിട്ട് മുക്താത്മാക്കളാണ്. മുക്താത്മാക്കൾ വരെയും എന്താണ് ഇവിടെ ഇതിനെ പ്രഭുപാദ് പറയുന്നത്, അവര് വന്നിട്ട് ഈ രസങ്ങള് ഭഗവാനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പ്രഭാത് ഇവിടെ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെ അനുഭവവേദ്യമാണെന്നാണ് പറയുന്നത്. ഇത് ഈ അവസ്ഥയിൽ, അത് മുക്താവസ്ഥയിൽ മാത്രം ആസ്വദിക്കാൻ സാധ്യമായ ആത്മീയ രസം ശ്രീമദ് ഭാഗവതത്തിലൂടെ അനുഭവവേദ്യമെന്ന് ഈ ശ്ലോകത്തിൽ സുവ്യക്തമായി പ്രസ്താവിക്കും. ഒരാൾ എങ്ങനെയാണോ മുക്താവസ്ഥയിൽ, ഒരാൾ ലിബറേറ്റഡ്, നമ്മുടെ ഈ മെറ്റീരിയൽ ബോണ്ടേജ് എല്ലാം മാറി, എല്ലാ കെട്ടുപാടുകളും മാറി, എല്ലാ മൈൻഡിന്റെ ഇതെല്ലാം മാറിയതിനു ശേഷം എങ്ങനെയാണോ ഒരാൾ ഭഗവാനുമായിട്ടുള്ള സ്ഥായിയായ രസം, ഭഗവാനുമായിട്ടുള്ള ആ റിലേഷൻ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, അത് ശ്രീമദ് ഭാഗവതത്തിലൂടെ, ഭാഗവതം ഡെയിലി പ്രാക്ടീസിലൂടെ ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന പ്രഭാത് ഇവിടെ ഊന്നി പറയുന്നു ഈ 3ാമത്തെ ശ്ലോകത്തിൽ. നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം, ഭഗവാനുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, ഭഗവാനുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഭഗവാന് ദാസ്യം, സഖ്യം, വാത്സല്യം എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത്, എപ്പോഴൊക്കെയാണോ നമുക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റണം, അതെല്ലാം ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റുമെന്നാണ് പ്രഭാത് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും രാവിലെ 8 മണിക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡെയിലി മഹാരാജ് പറഞ്ഞൊരു ഹാമർ ചെയ്യുമ്പോൾ ഈ അവസ്ഥയിലോട്ട് നമുക്ക് എത്തും. അതാണ് മഹാരാജ് നമ്മളോട് എപ്പോഴും പറയുന്നത്, ഭാഗവതത്തിന്റെ ഓരോ പേജുകളിലും, ഓരോ വരികളിലും, പ്രഭാത് ഇരിക്കുന്ന ഓരോ പർപ്പറ്റിലും നമ്മൾ ഉഴുന്നിറങ്ങി അതിനെ മനസ്സിലാക്കി, ഇവിടെ ഓരോ വാക്കുകൾ എന്തുകൊണ്ട് പ്രഭാത് ഇങ്ങനെ എഴുതിയിരിക്കണം നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ മുക്താവസ്ഥയിൽ ഓരോരുത്തരും ഭഗവാനുമായിട്ട്, ഗോപികമാരും ഭഗവാന്റെ അമ്മയും ഭഗവാന്റെ അച്ഛനും ഭഗവാന്റെ സുഹൃത്തുക്കളും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന പശുക്കളും ഓരോരുത്തരും എങ്ങനെയാണോ ഭഗവാനുമായിട്ട് ആ റിലേഷൻഷിപ്പ് ആസ്വദിച്ചത്, എങ്ങനെയാണ് അവർ അതീന്ദ്രിയ അവസ്ഥയിലായിരുന്നത്, അത് ഡെയിലി ഭാഗവതത്തിലൂടെ പറ്റും എന്നാണ് പ്രഭാത് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് പ്രഭാത് പറയുന്നത്, ഈ ഭാഗവതം എന്ന് പറയുന്നത് വേദങ്ങളുടെ എല്ലാം എന്ത് പറയുന്നത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ റിപ്പൺ, അത് പഴുത്തൊരു പഴമില്ലേ, അതാണെന്നാണ് പറയുന്നത്. ഈ എല്ലാ വേദങ്ങളുടെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള, അതെല്ലാം കൂടെ കൂട്ടി ഇണക്കിയിട്ടുള്ള ഒരു റിപ്പണ്ട് ഫ്രൂട്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. വേദിക് നോളജ്, അത് നമ്മുടെ വേദിക് നോളജ്, വൈദിക സംസ്കാരം, വൈദിക ജ്ഞാനത്തിന്റെ ഏറ്റവും പഴുത്ത പഴം എന്നാണ് പ്രഭാത് പറയുന്നത്. ഇതിനപ്പുറം വേറെ ഇല്ല. ഓക്കെ. പക്ഷേ പ്രഭാത് ഒരു കാര്യം വളരെ എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കഥാപ്രവും ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യണം, വളരെ സബ്മിസീവ്ലി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം, വളരെ
ശ്രദ്ധയോടുകൂടി വളരെ വിനയത്തോടുകൂടി നമ്മളിത് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പൂർണ്ണ സംതൃപ്തി, പൂർണ്ണമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടുമെന്നാണ് പ്രഭാതത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ എന്ത് സന്തോഷമാണോ കിട്ടുന്നത്, അതിലും ഉപരി നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്നാണ് ഇതിനകത്ത് പ്രഭാത് പറയുന്നത്. ഓക്കെ, പക്ഷേ അത് നമ്മൾ കേൾക്കേണ്ടത് റൈറ്റ് സോഴ്സ് നിന്നായിരിക്കണം. അത് എവിടെ നിന്നാണ് യഥാർത്ഥമായിട്ടുള്ള ഏത് ആളിൽ നിന്ന് കേൾക്കണം? ശരിയായ പരമ്പരയിൽ നിന്ന് കേൾക്കണം. അത് കഴിഞ്ഞ ദിവസം കഥാപാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര പരമ്പരകളുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബ്രഹ്മമാധവ ഗുരുവേഷം പരമ്പരയാണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ റൈറ്റ് സോഴ്സ് നിന്നാണ് കേട്ടിരിക്കുന്നത്. ശ്രീല പ്രഭാതനം തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഗുരുമഹാരാജിനും നമ്മൾ ഡയറക്റ്റ് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ശിഷ്യന്മാരും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ എന്താണ് പറയുന്നത്? സ്പിരിച്വൽ വേൾഡിൽ നിന്ന് നാരദമുനിക്ക് എന്താണോ ഭാഗവതം കിട്ടിയത്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള വ്യാസദേവൻ അദ്ദേഹം കൊടുത്തു. വ്യാസദേവൻ സുഖദേവ ഗോസ്വാമിക്ക് കൊടുത്തു. സുഖദേവ ഗോസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ വയറ്റിലിരുന്നേ അദ്ദേഹം ലിബറേറ്റഡ് ആയിരുന്നു. പുറത്തിറങ്ങിയപ്പോഴും അത് ലിബറേറ്റഡ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ വ്യാസദേവനിൽ നിന്ന് കേട്ട ആ ഭാഗവതം അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മരിക്കാനായിട്ട് 7 ദിവസം ഉള്ളപ്പോഴാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. സുഖദേവ ഗോസ്വാമി വന്നിട്ട് ലിബറേറ്റഡ് സോളാണ്, എല്ലാവർക്കും അറിയാം. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് എന്താണ് ഈ ഭാഗവതത്തില് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അദ്ദേഹം വരെ ഈ രസം ആസ്വദിക്കാനായിട്ട് നോക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വന്നിട്ട് നമ്മൾ നോർമലി കാണുന്ന മെറ്റീരിയൽ ലോകത്തെ ആളുകൾ കാണുന്ന പോലെ ആദ്യം നമ്മൾ പറയില്ല, ആദ്യം 1 മാല ജപിക്കണം, 2 മാല ജപിക്കണം, പിന്നെ ബുക്കുകൾ വായിക്കണം, അത് കഴിഞ്ഞിട്ട് ആ നോളേജ് നമ്മൾ എടുക്കണം, ഡിവോട്ടീസിനെ അസോസിയേഷൻ ചെയ്യണം, ഭഗവാന്റെ അസോസിയേഷൻ ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ബ്രഹ്മചാരിയാവുന്നു, ബ്രഹ്മചാരിയായിട്ട് അല്ലെങ്കിൽ ഗൃഹശാസ്ത്രം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം പോകുന്നു, വാനപ്രസ്ഥത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് സന്യാസം എടുക്കുന്നു, ലോകം മുഴുവൻ നമ്മൾ പ്രീച്ചിങ്ങിന് പോകുന്നു, പ്രീച്ചിങ്ങിനെല്ലാം പോയതിനു ശേഷം എന്താണ് നമ്മൾ ഭഗവാനിലോട്ട് എത്തുന്നു. അദ്ദേഹത്തിന് പക്ഷെ സുഖദേവ ഗോസ്വാമിക്ക് വന്നിട്ട് പക്ഷെ ഈ ഒരു പ്രോസസ് ഇല്ല. അദ്ദേഹം ഓൾറെഡി ലിബറേറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഭാഗവതത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. അദ്ദേഹത്തിന് ഈ ട്രാൻസെൻഡന്റ് ഈ പറഞ്ഞ രസങ്ങളിൽ അദ്ദേഹം അട്രാക്റ്റഡ് ആയിരുന്നു. പ്രഭാതോടെ പറയാനുണ്ട്. അപ്പം നമുക്ക് ഭഗവാന് സ്വരൂപമുള്ളത് കൊണ്ടും ഭഗവാൻ അവ്യക്തിഗതനല്ലാത്തത് കൊണ്ടും സ്വരൂപമുള്ളത് കൊണ്ടാണ് ഈ രസങ്ങളെല്ലാം, ആ നോളജ് നമ്മൾ മനസ്സിലാക്കിയാൽ ഭഗവാനുമായിട്ട് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോ നമ്മൾ സബ്മിസീവ്ലി ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചുറ്റിലി കവർ ചെയ്യാൻ നോക്കാം. ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ എങ്ങനെയാണോ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഭഗവാന്റെ കഥകൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് അതിലും ഭയങ്കര റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഭഗവാന്റെ ഒരു ലീല ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ എല്ലാവരും ഭഗവാന്റെ ലീലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ എന്ത് സന്തോഷമാണോ കിട്ടുന്നത്, ആ സന്തോഷം നമുക്കിവിടെ കിട്ടും. ശ്രീമദ് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ലിബറേറ്റഡ് സോൾ, ഈ രസങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ കിട്ട എന്ന് പറഞ്ഞൊരു അടിയാനുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അദ്ദേഹം വന്നിട്ട് ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അദ്ദേഹം വന്നിട്ട് പണ്ടൊക്കെ എങ്ങനെയാണ്, അടിയാന്മാര് കൃഷി സ്ഥലത്ത് പണിയെടുക്കും, ഈ പോത്തിനെയും പശുവിനെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കും, വീട്ടുപണി ചെയ്യും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന എങ്ങനെയാണ്, കുഴി കുഴിച്ചിട്ട് ഇല കോട്ടി അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കും. ആ ഒരു നേരത്തെ ആഹാരം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. പ്യുവർലി എന്ത് പറയാൻ, അടിയാന്മാര് പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, നോളേജ് ഇല്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അവർക്ക് ഭഗവത്ഗീതയെ പറ്റി അറിയത്തില്ല. പക്ഷെ ഈ കിട്ട എന്ന് പറഞ്ഞ ബ്രാഹ്മണന് ഗുരുവായൂരപ്പന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഗുരുവായൂർ കയറാൻ പറ്റുമോ? പണ്ടത്തെ കാലത്ത് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് കൃഷ്ണനെ പറ്റി അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ പറ്റി കേട്ടിട്ടുണ്ട്, കണ്ണനാണെന്ന് അറിയാം, ഭഗവാൻ ജനിച്ച കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ആളുകൾ പറയും കണ്ണനാണ്, ഭഗവാനാണ് കംപ്ലീറ്റ് ലോകങ്ങളും നിയന്ത്രിക്കുന്നത്, ഭഗവാന്റെ അടുത്താണ് എല്ലാവർക്കും എത്തേണ്ടത്. അവിടുന്ന് ഇവിടുന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ വീട്ടുപണിക്കൊക്കെ നിൽക്കാൻ നേരത്ത് അതേ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഗുരുവായൂരപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് ഈ ആഗ്രഹം സഹിക്കാൻ വയ്യ. എന്താണ്, ഇദ്ദേഹം
സഹിക്കാൻ വയ്യാതെ, പക്ഷെ ഇത് ചോദിക്കാനും പേടി ആളുകളെടുത്ത് എങ്ങനെ എടുക്കും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ആഗ്രഹം സഹിക്കാൻ വയ്യ, അദ്ദേഹം മരിച്ചു ഇനി എന്തോ വരട്ടെ, ഗുരുവായൂരപ്പൻ എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് അറിയണം. അദ്ദേഹം കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഗുരുവായൂരപ്പനെ പറ്റി. അപ്പൊ ഈ ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് വിഷമവും സങ്കടവും ദേഷ്യവും ഇതൊന്നും സഹിക്കാൻ വയ്യ. ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും, ഗുരുവായൂരപ്പൻ എങ്ങനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, ദേഷ്യമില്ല, വിഷമം, സങ്കടമായിരുന്നു. അദ്ദേഹം ചെന്നിട്ട് അവിടുത്തെ പണിക്ക് നിൽക്കുമ്പോ പോത്തിനെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവിടെ ഒരാൾ നിൽക്കും, ഒരു ബ്രാഹ്മണൻ നിൽക്കും, ഈ ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കുന്ന ആള്. അദ്ദേഹം ഗുരുവായൂരപ്പനെ പോയി ദർശനം എടുത്തിട്ട് വന്ന ആളാണ്. ഇദ്ദേഹത്തിന് സഹിക്കാൻ വയ്യ, ചോദിക്കും, തമ്പ്ര ഏന് ഗുരുവായൂരപ്പൻ എങ്ങനെ ഇരിക്കണം എന്ന് അറിയണം, ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അപ്പൊ തമ്പ്ര എന്ന് പറഞ്ഞ ആള് കളിയാക്കും, അദ്ദേഹം ചിരിക്കും. കാര്യം ഒന്നടിയാൻ നല്ല കറുത്ത രൂപമാണ്, പൊക്കം കുറവാണ്, ചെറിയൊരു തോർത്ത് മാത്രം ഉടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത വല്ല മനസ്സിലാവാൻ പോകുന്നില്ല. അത് എന്ത് പറയും, ഈ ഗുരുവായൂരപ്പൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അദ്ദേഹം തൊഴുതുകൊണ്ട് പ്രഭുപാദയോട് പറഞ്ഞ പോലെ സബ്മിസീവ്ലി ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ശ്രദ്ധയോടുകൂടി നിൽക്കും. അപ്പൊ അതൊരു ഫുൾ ശ്രദ്ധ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കും. അപ്പം അദ്ദേഹം പറയും, ഗുരുവായൂരപ്പൻ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാല് എന്ന് പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ പറയും, നിനക്ക് പറഞ്ഞാൽ മനസ്സിലായി, ഭഗവാൻ ഈ പോത്തിന്റെ രൂപത്തിലിരിക്കും. ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ രൂപത്തിലും ഉണ്ട്. ഭഗവാൻ ഈ പോത്തിന്റെ രൂപത്തിൽ നിൽക്കും എന്ന് പറഞ്ഞു. ഭഗവാൻ ഈ പോത്തിന്റെ രൂപത്തിൽ എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് ഇത് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചാടി തുള്ളി, നമ്മൾ കൊച്ചു പിള്ളേർ ഒരു കാലം വെച്ച് ചാടി തുള്ളി പോകില്ല, അതുപോലെ ചാടി തുള്ളി പോവും. ആ പോത്തിനെ പോയി കെട്ടിപ്പിടിക്കുന്ന, ആ പോത്തിന് പുല്ലെടുത്തുകൊണ്ട് കൊടുക്കുന്ന, ഭയങ്കര സന്തോഷം. ഇത് എന്നിട്ട് അപ്പൊ ഇവരിതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ട് ചിരിക്കുകയാണ്. കാരണം ഗുരുവായൂരപ്പൻ പോത്തിനെ പോലെയാണ്, ഓടക്കുള്ള വെച്ചിട്ടുണ്ടാവും. ഗുരുവായൂരപ്പൻ ചില ദിവസങ്ങൾ ചതുർഭുജ രൂപമായിരിക്കും, സാക്ഷാൽ കൃഷ്ണനാണ്. അപ്പം ഇത് എന്ത് ചെയ്യും, നേരെ വീട്ടിൽ പോയിട്ട് എനിക്കും ഗുരുവായൂരപ്പൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയലിലെ ചെളി ഉണ്ടല്ലോ, ചാര കളറിലുള്ള ചെളി എടുത്തിട്ട് ഒരു പോത്തിന്റെ രൂപം ഉണ്ടാക്കും. 4 കാല്, ബോഡി, വാല്, കൊമ്പ്, 2 എന്ത് പറയാ നമ്മുടെ ചെറിയ മണികളുണ്ടല്ലോ ചുമന്ന, അതെടുത്തിട്ട് ഭഗവാൻ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ കളിക്കുന്നതിന്റെ പേരെന്ന് പറഞ്ഞാൽ മറന്നുപോയി. അതെടുത്ത് 2 കണ്ണ് വെക്കും, ചെറിയ മീശ പോലെയൊക്കെ ഇങ്ങനെ വെക്കും, അതിനുണ്ടല്ലോ രോമങ്ങളുണ്ടല്ലോ, അതെല്ലാം വെച്ച് അതിന്റെ മുഖത്തെല്ലാം വെച്ച് അതിനെ നല്ലപോലെ ഒരുക്കും. പോത്തിനെ ഒരുക്കിയിട്ട്, പോത്തിന് എന്താണ് ഇഷ്ടം, പോത്ത് എന്താണ് കഴിക്കുന്നത്, പുല്ല്, വയ്ക്കോല്, പിണ്ണാക്ക്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ കിട്ടിക്കഴിഞ്ഞ് ഇദ്ദേഹം ആ സബ്മിസീവ്ലി പ്രഭുപാദ് പറഞ്ഞ പോലെ ഹിയർ ചെയ്തതാണ്. അത് എന്ത് ചെയ്ത്, അത് പറഞ്ഞു കൊടുത്ത പുള്ളി എന്താണ് പറഞ്ഞത്, പോത്തിനെ പോലെ ഇരിക്കും, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭഗവാൻ എല്ലാ രൂപത്തിലും ഉണ്ട്, അതുകൊണ്ട് പോത്തിന്റെ രൂപത്തിലും ഭഗവാൻ കാണുമെന്ന് അദ്ദേഹം ജനറലി പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം വന്നിട്ട് ഡെയിലി രാവിലെ എഴുതി കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണ്. ഗുരുവായൂരപ്പനെ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര സ്നേഹമാണ് ഭഗവാന്റെ അടുത്ത്. അദ്ദേഹം വന്നിട്ട് രാവിലെ ഭഗവാന് പുല്ല് കൊടുക്കും. അപ്പം ഇത് ഒരു പ്രതിമയല്ലേ, ഇത് പുല്ല് കഴിക്കും. അടുത്ത് അദ്ദേഹം വന്നിട്ട് വയ്ക്കോല് കൊടുക്കും, ഇതും വയ്ക്കോല് കഴിക്കുന്നില്ല. അതും കഴിയാതെ പിണ്ണാക്ക് കിട്ടുന്നത് കുറവാണ്. അതേ എന്ത് കുറച്ച് പിണ്ണാക്ക് മോഷ്ടിച്ചുകൊണ്ട് കയ്യിൽ കുറച്ച് കൊണ്ടുവന്ന് ഇടുപ്പിലൊക്കെ കൊണ്ടുവച്ചിട്ട് അത് കലക്കി കൊടുക്കും, അതും കഴിക്കുന്നില്ല. ഇതിന് ഭയങ്കര വിഷമമാണ്. ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്ത് ഇഷ്ടമില്ല, എൻ്റെ അടുത്ത് ഭയങ്കര പിണക്കമാണ്, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം, ഗുരുവായൂരപ്പൻ ഭയങ്കര വിഷമമായിട്ട് നിൽക്കാൻ നേരത്ത് ഈ പ്രതിമ വന്നിട്ട് ഗുരുവായൂരപ്പനായി പോത്തായിട്ട് വന്നിട്ട് ഈ പിണ്ണാക്ക് കഴിക്കും, ആദ്യം പുല്ല് കഴിക്കും ആദ്യം, അത് കഴിഞ്ഞിട്ട് വയ്ക്കോല് കഴിക്കും. ഇദ്ദേഹത്തിന് സന്തോഷം സഹിക്കാൻ വയ്യ, ഭയങ്കര സന്തോഷം. അപ്പോ അതുവഴി വില്ലുമംഗല സ്വാമി വരും. അദ്ദേഹം വന്നിട്ട്, വില്ലുമംഗല സ്വാമിയാണെന്ന് എന്റെ ഓർമ്മ, ഒരു ഭയങ്കര ഭക്തനാണ് വരുന്നത്, അത് പൂന്താനമാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇങ്ങനെ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോ ആ ഒരു സ്ഥലം എത്തുമ്പോൾ ഭയങ്കര പ്രഭ, ഭയങ്കര തേജസ്, ഭഗവാന്റെ പ്രസൻസ്, പക്ഷെ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതേസമയം ഗുരുവായൂർ അമ്പലത്തിൽ നോക്കാൻ നേരത്ത് ഭഗവാന് അവിടെ ഒരു ചൈതന്യക്കുറവ്. അങ്ങനെ അവർ പ്രശ്നം വെക്കുമ്പോ ഭഗവാൻ രാവിലെ കുറച്ചു നേരം അമ്പലത്തിൽ ഇല്ല. അങ്ങനെ പ്രശ്നം വെക്കുന്നു. അപ്പൊ ഭഗവാൻ എവിടെയാണെന്ന് തിരക്കി പോകുന്നു. ഇതേ സമയം
ഈ ഭക്തൻ വന്നിട്ട് അവിടെ നിന്ന് പാസ് ചെയ്ത് വരണം. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ന്യൂസ് കേട്ടു, ഭഗവാൻ അവിടെ ഇങ്ങനെ പ്രസൻസ് ഇല്ല, ഭഗവാൻ പുറത്തെവിടെയാണെന്ന് അറിയുന്നു. അങ്ങനെ ആളുകളെല്ലാം, ഈ ബ്രാഹ്മണന്മാരും എല്ലാവരും എവിടെയാണ് ഭഗവാന്റെ പ്രസൻസ് ഉള്ളതെന്ന് നോക്കി, പൂജാരിമാരും എല്ലാവരും ആ സമയമാകുമ്പോൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും പുറത്തു പോകും ഭഗവാൻ എവിടെയാണ് തിരക്കാനായിട്ട്. തിരക്കി ചെല്ലുമ്പോ ഈ ഭക്തൻ വരുമ്പോ ഇവിടെ ഇങ്ങനെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ആ ന്യൂസ് എല്ലാ സ്ഥലത്തും വരും. ആ ഒരു ഏരിയയിൽ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ ചെല്ലുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ആനന്ദം, ഒരു സന്തോഷം. ആ നേരത്തെ പറഞ്ഞ രസം, ആ രസം ഇങ്ങനെ ഓരോരുത്തർക്കും ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. പക്ഷെ മുക്താത്മാവല്ലാത്തതുകൊണ്ട് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ എന്ത് പറ്റും, നടന്ന് വരുമ്പോ ഒരു കുടിലെത്തി, വയലിന്റെ സൈഡിൽ ഒരു കുടില് നോക്കുമ്പോ അവിടെ നിന്ന് ഈ ഭക്തൻ പറയും, ഭഗവാൻ ഇതിനകത്തുണ്ട്, ഭഗവാൻ ഇതിനകത്തുണ്ട്. അപ്പം എല്ലാവരും നോക്കുകയാണ്. അപ്പൊ ഈ ഭഗവാൻ ഇതിനകത്തുണ്ടെന്ന് ഉറപ്പായി, എല്ലാവരും വെയിറ്റിംഗ് ആണ് അടുത്ത ദിവസം ഭഗവാൻ വരാനായിട്ട്. ആ സമയത്ത് ഭഗവാൻ പോയി, ബാക്കി ഭഗവാൻ അമ്പലത്തിലോട്ട് പോയി. നോക്കുമ്പോ ഒരു അടിയാൻ വന്ന് ഇറങ്ങി പോകുന്നു, വയലിൽ പണിയെടുക്കുന്നു, നേരെ തിരിച്ചു പോകുന്നു. ആരും ഒന്നും മിണ്ടിയില്ല, കുറച്ചുപേർ അങ്ങോട്ട് മാറി നിന്നു. അടുത്ത ദിവസം ഇതേ സമയമായപ്പോ എല്ലാവരും എത്തി. ചെല്ലുമ്പോ ഗുരുവായൂരപ്പൻ അവിടെ എന്തൊക്കെയാണ് നിവേദിക്കുന്നത്? അമ്പലത്തില് എല്ലാവർക്കും അറിയാം, നല്ല കദളിപ്പഴം, ഏറ്റവും മധുരമായ കദളിപ്പഴം, അരവണ പായസം, നമ്മളെ പഞ്ചസാര, നല്ല ഷുഗർ, ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഷുഗർ കൊടുക്കും, വെണ്ണ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെണ്ണ. ഗുരുവായൂരിലെ പാൽപായസം എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും വായിൽ വെള്ളം ഊറും. കാരണം ഭഗവാൻ ഭഗവാൻ കഴിച്ച പാൽപായസം, ആ പാൽപായസം, ഭഗവാന് നല്ല വെള്ളച്ചോറ്, ഭഗവാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ബെസ്റ്റ് ഇതാണ് പ്രസാദം കൊടുക്കുന്നത്. ഇദ്ദേഹവും എല്ലാവരും കൂടെ പതുക്കെ കുറച്ചുപേര് ജനലിന്റെ സൈഡിൽ പോയി നോക്കും, എന്താണ് ഭഗവാൻ ഇവിടെ വന്നതെന്ന് അറിയാം. കുറച്ചുപേര് പുറകിൽ ഡോർ വഴി കയറി നോക്കും. അപ്പൊ അകത്ത് സംസാരം നടക്കുകയാണ്. ഇത് മതിയോ, കുറച്ചുകൂടെ തരട്ടെ, ഇന്ന് കുറച്ചല്ലേ കഴിച്ചോളൂ, കുറച്ച് കഴിക്കെന്ന് പറഞ്ഞിട്ട് ഈ ചെളിയിലുണ്ടാക്കിയ ഈ പോത്തിന്റെ രൂപത്തില് ഗുരുവായൂരപ്പൻ ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്? പിണ്ണാക്ക് കഴിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം, ഭഗവാൻ അവിടെ എന്തിന്റെ കുറവാണുള്ളത്? എല്ലാം കിട്ടുന്നുണ്ട് ഭഗവാന്. പക്ഷെ ഭഗവാൻ വന്നിട്ട് ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ പൂർണ്ണ ഹൃദയത്തോടു കൂടി അർപ്പിച്ച പിണ്ണാക്ക് കഴിക്കണം ഭഗവാൻ. ആ വിഗ്രഹ രൂപത്തിൽ പിണ്ണാക്ക്, ആ പിണ്ണാക്ക് കഴിക്കുന്നത് ഓക്കെ, നമുക്കറിയാം, ആട്ടിയതല്ലേ, നമ്മളും കുറെ പേര് പിണ്ണാക്ക് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താണ് കഴിക്കുന്നത്? പുല്ല് കഴിക്കുന്നത്. ആ പാടത്തുനിന്ന് പറിച്ചുകൊണ്ടുവന്ന പുല്ല് നല്ലൊരു ഒരു മൺചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഓരോ ആദ്യത്തെ വിഭവം എന്ത് കൊടുത്ത്? പിണ്ണാക്ക് കൊടുത്ത്. രണ്ടാമത്തെ വിഭവം എന്ത് കൊടുത്ത്? പുല്ല് കൊടുത്ത്. മൂന്നാമത് വക്യോല് കൊടുക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ വക്യോല് കടിച്ച് രണ്ട് സൈഡിലും വക്യോലോട്ട് ഇരിക്കാൻ നേരത്ത് ഈ ഭക്തൻ ചെന്നിട്ട് ഭഗവാനെ നമസ്കരിക്കുന്ന നേരത്ത് ഭഗവാൻ ഇങ്ങനെ വക്യോല് കടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കും, കൃഷ്ണ, ഗുരുവായൂരപ്പ, അമ്പലത്തിൽ എന്താണ് കുറവ്? പൂജാരിമാരും ഇവിടെ എന്താണ് കുറവ്? ഈ പുല്ലാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചു ഭഗവാന്റെ അടുത്ത്. അപ്പോ ഭഗവാൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ശുദ്ധഭക്തന്റെ മനസ്സിൽ പറയും, ഒരു ഭക്തൻ പൂർണ്ണ ഹൃദയത്തോടു കൂടി, പ്രേമത്തോടു കൂടി, വാത്സല്യത്തോടു, ഈ രസത്തിൽ ഏത് രസത്തോടു കൂടിയും എനിക്ക് എന്തർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മാഞ്ഞു പോകും. ഇങ്ങനെയാണ് കൃഷ്ണൻ. നമുക്ക് ഭഗവാനോട് ഇൻഡിവിജ്വൽ രസങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്ര സ്നേഹത്തോടുകൂടി, എത്ര ഹൃദയത്തോടു കൂടി നമ്മൾ ഭഗവാൻ ഇത് അർപ്പിക്കുന്നു എന്നുള്ളതിലിരിക്കും. ഭഗവാൻ എത്ര നമ്മൾ സബ്മിസീവായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ വിനയത്തോടു കൂടി നമ്മളിത് ഭാഗവത ജ്ഞാനം കേട്ട് കഴിഞ്ഞാല് ഇത് നമുക്ക് ആസ്വദിക്കാനായിട്ട്. ഇന്ന് എല്ലാവർക്കും അറിയാം, നരസിംഹ ജയന്തിയാണ്, വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസകൾ. എല്ലാവരും വരിക, ഭഗവാന് സേവ ചെയ്യുക, വളരെ ശ്രദ്ധയോടുകൂടി ഭാഗവതം എല്ലാവരും കേൾക്കുക, പ്രഭാത് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. എങ്ങനെയാണോ പ്രഹ്ലാദ് മഹാരാജാവ് അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് നാരദ മുനി പറഞ്ഞു കൊടുത്തത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടത്, അതുപോലെ നമ്മൾ ഈ ഭാഗവത ജ്ഞാനം കേട്ടിട്ട് എങ്ങനെയാണോ നരസിംഹദേവൻ പ്രഹ്ലാദ് മഹാരാജാവിനെ പ്രൊട്ടക്ട് ചെയ്തത്, എങ്ങനെയാണോ നരസിംഹദേവൻ പ്രഹ്ലാദ് മഹാരാജാവിന് അനുഗ്രഹം കൊടുത്തത്, ഈ ലോകത്തുള്ള എല്ലാ വൈഷ്ണവ ഡിവോട്ടീസിനെയും പ്രഹ്ലാദ് മഹാരാജ് നരസിംഹദേവൻ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആവിർഭാവ ദിവസമാണ്. നമ്മൾ എന്താണ് പറയുന്നത്? ശുദ്ധ ഭക്തി വിഘ്ന വിനാശായ നരസിംഹദേവ് ഭഗവാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശുദ്ധഭക്തി പ്രഭാത് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സബ്മിസീവ്ലി ഹിയർ ചെയ്യണം, വളരെ വിനയത്തോടുകൂടി നമ്മളത് കേൾക്കണം, വളരെ ശ്രദ്ധയോടുകൂടി ഭാഗവതം കേൾക്കണം.
അങ്ങനെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇന്ന് നരസിംഹ ജയന്തി, എല്ലാവരും വരെ വളരെ ശ്രദ്ധയോടുകൂടി ഭാഗവതം കേട്ടതിന് ശേഷം നരസിംഹദേവന് ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ടെമ്പിൾ ഇന്ന് ക്ലീൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഭാഗവതം ക്ലാസ് ഉണ്ടാവും, നരസിംഹദേവന്റെ ലീലകൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, നമ്മുടെ എല്ലാവരും ഹൃദയം നിർമ്മലമാക്കുക. അതുവഴി ഭഗവാനുമായിട്ടുള്ള രസം ദാസ്യമാണോ, സഖ്യമാണോ, ശൃംഗാരമാണോ, ഏത് ഭാവമാണോ നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഉള്ളത്, ആ ഭാവം നമുക്ക് കുറച്ചെങ്കിലും ആസ്വദിക്കാനായിട്ട് പ്രഭാതിന്റെ, അത് ഭാഗവതത്തിലൂടെ ആസ്വദിക്കാനായിട്ട്, നമുക്ക് മുക്താത്മാക്കളല്ല, പ്രഭാതിലൂടെ പറഞ്ഞത് ഭാഗവതത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും ഇന്ന് വന്നിട്ട് ഭഗവാന്റെ സേവ ചെയ്യാം. വാത്സല്യമാണെങ്കിൽ നമുക്ക് ഭഗവാനെ കുക്ക് ചെയ്യാം. രാജാവായിട്ട് ഭഗവാനെ കാണുകയാണെങ്കിൽ ഭഗവാനെ നമുക്ക് കുക്ക് ചെയ്യാം. ഭഗവാനെ നമുക്ക് ഇന്ന് ആരതി ചെയ്യാം, പുഷ്പാഭിഷേകം ചെയ്യാം. ഭഗവാനെ നമ്മൾ ദാസി രൂപത്തിലാണ് ഭഗവാൻ പുഷ്പാഭിഷേകം ചെയ്യാം. ഒരു രാജാവിനെ എങ്ങനെയാണ് നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നത്, അതുപോലെ പുഷ്പാഭിഷേകം ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സേവകളും ഇന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അറിയാന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ സീനിയർ ഡിവോട്ടീസുമായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു വളരെ നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു. നമുക്ക് ഭഗവാന്റെ ദർശനം എടുക്കാം. വേറെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രഭു, കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാരും ക്ലാസ്സിൽ മുഴുകിയിരിക്കുക, അതാ പ്രഭു മിണ്ടാത്തത്. ജയ ഗുരുദേവ്. ഹരേ കൃഷ്ണ. പ്രഭുജി ദണ്ഡവത് പ്രണാംസ്. ഹരേ കൃഷ്ണ. പ്രഭുജി, ഭാവവും രസവും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടെ പറഞ്ഞുതരും. ക്ഷമിക്കണം മാജി, അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. ഏതെങ്കിലും ഡിവോട്ടീസ് ഇത് രണ്ടും അറിയാം എങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഞാൻ അത്ര ടെക്നിക്കലായിട്ട് നോക്കിയിട്ടില്ല. ഹരേ കൃഷ്ണ. ഇതിനകത്ത് ആർക്കെങ്കിലും അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സീനിയർ ഡിവോട്ടീസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം, കാർ ചെക്ക് പ്രഭു ബാക്കിയുള്ളവരുമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിനൊരു ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ശരി പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ ക്ലാസ് ആണ് പ്രഭു, വളരെ നന്നായിരിക്കും. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ് ഗുരുദേവ് ശ്രീ മഹാരാജ് കി ജയ്. വെയിറ്റ് ചെയ്യുക, ഭഗവാന്റെ ദർശനം എടുക്കാം. ഹരേ കൃഷ്ണ. പ്രഭു, വൈകുന്നേരം ചൈതന്യ ചരിതാമൃതത്തിന്റെ അനൗൺസ്മെന്റും കൂടെ ഒന്ന് ദയവായി ചെയ്തേക്കണം പ്രഭു, പ്ലീസ്. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ 5:45 വരെ ചൈതന്യ ചരിതാമൃതം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പോസ്റ്റേഴ്സ് എല്ലാം ഗ്രൂപ്പിൽ വരുന്നുണ്ട്. എല്ലാവരും ദയവായി കയറുക. ജയ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രാമി മഹാസൃഷ്ടി ചക്ര കി ജയ. ഗൗർ നിത്യായ കി ജയ. ശുദ്ധ ഭക്തി വിഘ്ന വിനാശായ നരസിംഹദേവ് ഭഗവാൻ കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നരസിംഹദേവന്, നരസിംഹമൂർത്തിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, വൈകിട്ട് പ്രോഗ്രാം എത്ര മണിക്കാണ് പ്രഭു സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രഭു, ലാസ്റ്റ് അപ്ഡേറ്റ് സംഘർഷം പ്രഭു പറഞ്ഞത് നമ്മുടെ ക്ലാസ് വൈകിട്ടുള്ള ചൈതന്യ ചരിതാമൃതം ക്ലാസ് കഴിഞ്ഞാൽ കീർത്തൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമ്മുടെ നോർമൽ 6:30 ആരതി ഉണ്ടാവും, തുളസി ആരതി. അത് കഴിഞ്ഞ് 6:45 6:45 ഗൗരാരതി. അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പുഷ്പാഞ്ജലി, അത് കഴിഞ്ഞ് പ്രസാദം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാന്റെ ദർശനം എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ശ്രീ ഭക്തി നരസിംഹദേവ് ഭഗവാൻ കി ജയ്.